ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് എന്തിനാണെന്നല്ലേ, നമ്മുടെ ചെറിയ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേഷം കെട്ടിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് മുംബൈ ആൻഡ് മുംബൈ ടു അഹമ്മദാബാദാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം വരുന്ന ഒരു 1:45-നാണ്. സോ നമ്മൾ നാട്ടിൽ കിട്ടാത്ത പല ഐറ്റംസും നമുക്ക് അവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാതും പാക്ക് ചെയ്ത് സെറ്റാക്കി ഇതാ ഫ്രണ്ട് സീറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൂടുതലും യാത്ര ആക്സസ് ചെയ്യാറുണ്ട് കേട്ടോ, കുറച്ചും കൂടിയും ടൈമൊക്കെ കുറയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ലഗേജ് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ടിക്കറ്റ്സൊക്കെ നമുക്ക് കിട്ടി. നമ്മളിനി നേരെ സെക്യൂരിറ്റി ചെക്കിനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗേറ്റിലേക്ക് പോവാം. നമുക്കിപ്പോൾ ബോർഡിംഗ് ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞതേ നമ്മളിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി നമ്മുടെ സീറ്റിൽ പോയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 hours ട്രാവലിംഗ് ഉണ്ട് ടു മുംബൈ എയർപോർട്ട്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും. എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ഫ്രീ ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂൺ ടൈം ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് മീൽസാണ് പ്രൊവൈഡ് ചെയ്തത്. അതിൽ തന്നെ നമുക്ക് വെജ് ആൻഡ് നോൺ വെജ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും നോൺ വെജിലേക്കാണ് തിരിഞ്ഞത്. നമ്മുടെ ഈ ഒരു മീൽ ബോക്സിൽ ഉണ്ടായിരുന്നത് റൈസ്, ബട്ടർ ചിക്കൻ, പിന്നെ ഒരു വെജ് കറിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബൺ മസ്കര കുഞ്ഞിനായിട്ടുള്ള ബണ്ണും ഒരു ചെറിയ പാക്കറ്റ് ആയിട്ടുള്ള നമുക്ക് ബട്ടറും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കേർഡിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ നമുക്ക് പിന്നൊരു ഡെസേർട്ടായിട്ടുണ്ടായിരുന്നത് കേക്കാണ്. നല്ല അടിപൊളി വെറൈറ്റി കേക്ക് തന്നെയായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ടീ കോഫി ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മളതിൽ ടീ ആണ് ചൂസ് ചെയ്തത്. അങ്ങനെ ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ മുംബൈ എയർപോർട്ടിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് ബസ് സർവീസാണുള്ളത്. നമ്മുടെ ബസ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുംബൈ എയർപോർട്ടിലെ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ